കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇംപ്ലിക്കേഷൻ ആയിരുന്നു അല്ലേ. നമ്മൾ എങ്ങനെയായിരുന്നു അതിനെ ഡിനോട്ട് ചെയ്തിരുന്നത്? പി ഇംപ്ലൈസ് ക്യൂ. അതുപോലെ ഈ ഇംപ്ലിക്കേഷനെ ഒരുപാട് ടൈപ്പിൽ റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ളതും നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഏതൊക്കെയായിരുന്നു? ഇഫ് പി ദെൻ ക്യൂ, ഇഫ് പി കോമ ക്യൂ അല്ലേ. അതുപോലെ പി ഇംപ്ലൈസ് ക്യൂ, ക്യൂ ഈസ് നെസസറി ഫോർ പി അല്ലേ. അങ്ങനെ ഒരുപാട് ഫോമിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന ഇംപ്ലിക്കേഷൻ തന്നെ 3 ടൈപ്പിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലൊന്നാണ് കോൺവേഴ്സ്, ദെൻ ഇൻവേഴ്സ് ആൻഡ് കോൺട്രാ പോസിറ്റീവ്. അപ്പോൾ എന്താണ് കോൺവേഴ്സ് എന്നുള്ളത് നോക്കാം. കോൺവേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെ ആയിരുന്നു. അതായത് പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിനെ തിരിച്ച് ക്യൂ ഇംപ്ലൈസ് പി എന്ന് എഴുതുന്നതാണ് അതിൻ്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത്. ഇംപ്ലിക്കേഷൻ്റെ കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ള പ്രിപ്പോസിഷനെ നമ്മൾ എന്ത് ചെയ്യുക? ക്യൂ ഇംപ്ലൈസ് പി എന്നാക്കി മാറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? അതിൻ്റെ കോൺവേഴ്സ് ആണ്. ഓക്കെ, അതായത് നമുക്ക് എന്ത് പറയാം? സ്വിച്ച് ദ ഹൈപ്പോത്തസിസ് ആൻഡ് കൺക്ലൂഷൻ ഓഫ് പി ഇംപ്ലൈസ് ക്യൂ അല്ലേ. പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളതിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇഫ് എന്ന് തുടങ്ങിയിട്ട് ഇഫ് പി ദെൻ ക്യൂ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇഫ് പി ദെൻ ക്യൂ. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ഇഫ് പി, ഈ പി എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഇഫ് കഴിഞ്ഞിട്ട് വരുന്നതിനെ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് അല്ലേ. ദെൻ കഴിഞ്ഞ് വരുന്നത് കൺക്ലൂഷൻ എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഈ ക്യൂ ഇംപ്ലൈസ് പിയിലാകുമ്പോൾ എങ്ങനെ വരും? ഇഫ് ക്യൂ ദെൻ പി എന്നാണ് വരിക അല്ലേ. അപ്പോൾ ക്യൂ എന്തായിരിക്കും? ക്യൂ എന്തായിട്ട് മാറും? ഹൈപ്പോത്തസിസ് ആയിട്ട് മാറും അല്ലേ. പി എന്തായിട്ട് മാറും? കൺക്ലൂഷൻ ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ പി ആയിരുന്നു ഹൈപ്പോത്തസിസ്, ഇവിടെ ക്യൂ ആയിരുന്നു കൺക്ലൂഷൻ. അത് നേരെ തിരിഞ്ഞു വന്നു അല്ലേ, സ്വിച്ച് ചെയ്ത് വന്നു. ക്യൂ എന്തായിട്ട് മാറി? ഹൈപ്പോത്തസിസ് ആയി മാറി. ആൻഡ് പി എന്തായിട്ട് മാറി? കൺക്ലൂഷൻ ആയി മാറി. ഓക്കെ, അപ്പോൾ ഇതാണ് കോൺവേഴ്സ് ഓഫ് ഇംപ്ലിക്കേഷൻ. പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളതിന് നമുക്ക് ക്യൂ ഇംപ്ലൈസ് പി എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇൻവേഴ്സ് ഓഫ് ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ the inverse of implication P implies Q is negation P implies negation Q. Okay, P ന്റെ negation എടുക്കുക. Negate the hypothesis and conclusion of P implies Q. നമുക്ക് എങ്ങനെ എഴുതാം? Negate the hypothesis and conclusion of P implies Q അല്ലേ. Hypothesis and conclusion of P implies Q അല്ലേ. പി ഇംപ്ലൈസ് ക്യൂവിലെ പിയിൽ നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കായിരുന്നു. അപ്പോൾ ആ ഹൈപ്പോത്തസിസിന് അതിൻ്റെ നെഗേഷൻ എടുക്കുക, അതുപോലെ തന്നെ ക്യൂ എന്നുള്ള കൺക്ലൂഷൻ്റെ നെഗേഷൻ എടുക്കുക. അതായത് പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളത് എന്താക്കി കൊടുക്കുക? ഈസ് നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ എന്നായാൽ അതെന്തായി? ഈ ഇംപ്ലിക്കേഷൻ്റെ ഇൻവേഴ്സ് ആയി മാറി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കോൺട്രാ പോസിറ്റീവ് ആണ്. കോൺട്രാ പോസിറ്റീവ് ഓഫ് ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോൺട്രാ പോസിറ്റീവ് ഓഫ് ഇംപ്ലിക്കേഷൻ പി ഇംപ്ലൈസ് ക്യൂ ഈസ് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി. അതായത് നമുക്ക് ഇവിടെ എന്ത് എഴുതാം? നെഗേറ്റ് ദ ഹൈപ്പോത്തസിസ് ആൻഡ് കൺക്ലൂഷൻ ഓഫ് പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ദെൻ സ്വിച്ച് ദ അല്ലേ. നെഗേറ്റ് ചെയ്യാണ് ഹൈപ്പോത്തസിസിനെയും കൺക്ലൂഷനെയും, അതുപോലെ എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ സ്വിച്ച് ചെയ്യുകയും ചെയ്യണം അല്ലേ. ആദ്യം പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളത് നമ്മൾ ക്യൂ ഇംപ്ലൈസ് പി എന്നാക്കി. അതെന്താണ്? കോൺവേഴ്സ് ആണ്. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെഗേഷൻ, ഇതിൻ്റെ നേരെ നെഗേഷൻ കൊടുക്കുന്നത്. ഇനി കോൺട്രാ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എഴുതിയിട്ടുള്ള നേരെ നെഗേഷൻ തന്നെയാണ് വരുന്നത്, പക്ഷേ എന്തിൻ്റെ? ക്യൂ ഇംപ്ലൈസ് പിൻ്റെ നെഗേഷനാണ് വരുന്നത്. ഓക്കെ, നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്ന് എഴുതുന്നതാണ് എന്ത് വരുന്നത്? കോൺട്രാ പോസിറ്റീവ് എന്ന് വരുന്നത്. എക്സാമ്പിൾ നോക്കാം, അതിനുശേഷം നമുക്ക് ട്രൂത്ത് ടേബിൾ ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾ നോക്കൂ. ലെറ്റ് പി ഇംപ്ലൈസ് ക്യൂ സച്ച് ദാറ്റ് ഇഫ് എ ബി സി ഡി ഈസ് എ പാരലലോഗ്രാം ദെൻ എ ബി ഈക്വൽ ടു സി ഡി അല്ലേ. ഇഫ് പി ദെൻ ക്യൂ അങ്ങനെ തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്നത് എന്താണ്? പി ഈസ് ദ പ്രിപ്പോസിഷൻ എ ബി സി ഡി. എ ബി സി ഡി ഈസ് എ പാരലലോഗ്രാം. ദെൻ ക്യൂ എന്നുള്ള പ്രിപ്പോസിഷൻ എന്താണ്? ദെൻ എ ബി ഈക്വൽ ടു സി ഡി അല്ലേ. എ ബി ഈക്വൽ ടു സി ഡി എന്നുള്ളതാണ് എന്ത് വരുന്നത്? ക്യൂ എന്നുള്ള പ്രിപ്പോസിഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ കോൺവേഴ്സ് നമുക്ക് എഴുതണം, അതുപോലെ തന്നെ ഇൻവേഴ്സ് എഴുതണം, കോൺട്രാ പോസിറ്റീവ് എഴുതണം. ഇതിൻ്റെ കോൺവേഴ്സ് എങ്ങനെ വരും? കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ നേരെ ക്യൂ ഇംപ്ലൈസ് പി നമ്മൾ എഴുതുന്നതാണ് അല്ലേ. അതായത് നമുക്ക് ഇതിൻ്റെ കോൺവേഴ്സ് എങ്ങനെ എഴുതാം? ഇഫ് പി ദെൻ ക്യൂ എന്ന് യൂസ് ചെയ്തിട്ട് തന്നെ എഴുതാം അല്ലേ. അപ്പോൾ എന്ത് വരും? ഇഫ് ക്യൂ ദെൻ പി എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ക്യൂ ഇംപ്ലൈസ് പി നമുക്ക് എങ്ങനെ എഴുതാം? ഇഫ് ക്യൂ ദെൻ പി എന്ന് എഴുതാം അല്ലേ. അതായത് ഇവിടെ എന്ത് എഴുതാം? ഇഫ് എ ബി ഈക്വൽ ടു സി ഡി അല്ലേ. ഇഫ് ക്യൂ എന്താ വരുന്നത്? ഇതാണ്. ദെൻ പി അല്ലേ, അങ്ങനെ വരിക. ദെൻ നമുക്ക് എന്ത് എഴുതാം? എ ബി സി ഡി ഈസ് എ പാരലലോഗ്രാം. ഓക്കെ, അപ്പോൾ ഇഫ് എ ബി ഈക്വൽ ടു സി ഡി, ഇഫ് ക്യൂ ദെൻ പി, അങ്ങനെയാണ് ക്യൂ ഇംപ്ലൈസ് പി വരുന്നത്, കോൺവേഴ്സ് അല്ലേ. ഇനി നെക്സ്റ്റ് എന്താണ്? ഈ ഒരു സെയിം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തന്നെ
ഇൻവേഴ്സ് എഴുതാം. ഓക്കെ, ഇൻവേഴ്സ് എങ്ങനെ വരും? ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ, പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ ഇൻവേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ അല്ലേ, ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഓൾറെഡി നമുക്ക് പി അറിയാം. പി എന്താണ്? എ ബി സി ഡി ഇസ് എ പാരലലോഗ്രാം. അപ്പോൾ ആദ്യം അതിൻ്റെ നെഗേഷൻ എഴുതണം. നെഗേഷൻ പി എന്താ വരുന്നത്? നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ എ ബി സി ഡി ഇസ് നോട്ട് എ പാരലലോഗ്രാം എന്ന് എഴുതണം അല്ലേ. എ ബി സി ഡി ഈസ് എ പാരലലോഗ്രാം എന്നാണ് പി. അപ്പോൾ അതിൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് എന്ന് എഴുതുന്നതാണ് അല്ലേ. നെഗേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, നോട്ട് പി എന്ന് എഴുതുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം. നമുക്ക് എന്തെഴുതാം? എ ബി സി ഡി ഈസ് നോട്ട് എ പാരലലോഗ്രാം അല്ലേ. എ ബി സി ഡി ഈസ് നോട്ട് എ പാരലലോഗ്രാം. ഓക്കെ, അതുപോലെ നെഗേഷൻ ക്യൂ എന്തെഴുതാം? നെഗേഷൻ ക്യൂ എന്ന് പറഞ്ഞാൽ എ ബി ഈക്വൽ ടു സി ഡി എന്നാണ് ക്യൂ വരുന്നത്. അപ്പോൾ അതിൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ബി നോട്ട് ഈക്വൽ ടു സി ഡി എന്നായിരിക്കും അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ എഴുതാം? നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ സച്ച് ദാറ്റ് നമുക്ക് എന്തെഴുതേണ്ടത്? ഇഫ് പി ദെൻ ക്യൂ അല്ലേ. അതായത് ഇഫ് നെഗേഷൻ പി ദെൻ ക്യൂ അല്ലേ, ദെൻ നെഗേഷൻ ക്യൂ, ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഇവിടെ ഇഫ് എങ്ങനെ എഴുതാം? ഇഫ് എ ബി സി ഡി ഈസ് നോട്ട് എ പാരലലോഗ്രാം അല്ലേ, നോട്ട് എ പാരലലോഗ്രാം. കോമ ഇടാം അല്ലെങ്കിൽ ദെൻ ഇടാം, നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇഫ് പി ദെൻ ക്യൂ എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇഫ് പി കോമ ക്യൂ എന്ന് യൂസ് ചെയ്യാം അല്ലേ. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാമെന്ന് ഞാൻ കുറച്ച് പറഞ്ഞിരുന്നു എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ കോമ ഇട്ടിട്ട് എഴുതുകയാണ്. ഇഫ് എ ബി സി ഡി ഈസ് നോട്ട് എ പാരലലോഗ്രാം കോമ നമുക്ക് എന്തെഴുതാം? എ ബി നോട്ട് ഈക്വൽ ടു സി ഡി അല്ലേ. അപ്പോൾ എന്തായി? ഇഫ് നെഗേഷൻ പി പി കോമ നെഗേഷൻ ക്യൂ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് മനസ്സിലായില്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്താ അടുത്ത് നോക്കേണ്ടത്? കോൺട്രാ പോസിറ്റീവ്. ഓക്കെ, കോൺട്രാ പോസിറ്റീവ് നമുക്ക് എന്തെഴുതാം? കോൺട്രാ പോസിറ്റീവ് ഓഫ് പി ഇംപ്ലൈസ് ക്യൂ എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി അല്ലേ. അപ്പോൾ നെഗേഷൻ ക്യൂ നമ്മൾ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ നെഗേഷൻ പി എന്താണെന്നുള്ളതും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി സച്ച് ദാറ്റ് എങ്ങനെ എഴുതാം? ഇഫ് നെഗേഷൻ ക്യൂ ദെൻ നെഗേഷൻ പി അല്ലേ, അങ്ങനെ എഴുതാം. അതായത് ഇഫ് നെഗേഷൻ ക്യൂ എന്തായിരുന്നു? ഇഫ് എ ബി നോട്ട് ഈക്വൽ ടു സി ഡി അല്ലേ, അതായിരുന്നു. ദെൻ നമുക്ക് എന്തെഴുതാം? നെഗേഷൻ പി എന്താണ്? എ ബി സി ഡി ഈസ് നോട്ട് എ പാരലലോഗ്രാം. ഓക്കെ, നോട്ട് എ പാരലലോഗ്രാം. അപ്പോൾ ഇത്രയും ക്ലിയർ ആയില്ലേ എന്താണ് ഇംപ്ലിക്കേഷൻ്റെ ഇൻവേഴ്സ്, കോൺവേഴ്സ്, കോൺട്രാപോസിറ്റീവ് എന്നുള്ളത്? അപ്പോൾ നമുക്കൊരു ഇംപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പി ഇംപ്ലൈസ് ക്യൂവിനെ നമുക്ക് ക്യൂ ഇംപ്ലൈസ് പി എന്ന് എഴുതി കഴിഞ്ഞാൽ അല്ല, അതായത് അതിൻ്റെ ഹൈപ്പോത്തസിസും കൺക്ലൂഷനും നേരെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി? കോൺവേഴ്സ് ഓഫ് ദാറ്റ് ഇംപ്ലിക്കേഷൻ. ഓക്കെ, അടുത്തത് അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ നെഗേഷൻ എടുക്കുക. നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഇൻവേഴ്സ് വരും. ദെൻ കോൺട്രാ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എടുത്തിട്ടുള്ള നെഗേഷനെ വീണ്ടും സ്വിച്ച് ചെയ്യുക അല്ലേ. അതായത് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി, ഈ ഫോമിൽ വരുന്നതിനെയാണ് അതിൻ്റെ കോൺട്രാ പോസിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിളും ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് ട്രൂത്ത് ടേബിൾ നോക്കാം. ആദ്യം ട്രൂത്ത് ടേബിൾ ഫോർ കോൺവേഴ്സ്. ട്രൂത്ത് ടേബിൾ ഫോർ കോൺവേഴ്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇംപ്ലിക്കേഷൻ്റെ ട്രൂത്ത് ടേബിൾ പറഞ്ഞതായിരുന്നു. പിയും ക്യൂവും വന്നാൽ എങ്ങനെ വരും എന്നുള്ളത്. പി ക്യൂ കോൺവേഴ്സ് ആകുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? ക്യൂ ഇംപ്ലൈസ് പി എന്നാണ് എഴുതുക അല്ലേ. രണ്ടും ട്രൂ ആകുന്ന കേസ് വരാം. ട്രൂവും ഫോൾസും, ഫോൾസും ട്രൂവും, ഫോൾസും ഫോൾസും അല്ലേ. ട്രൂ ആവുന്ന കേസിൽ ഇംപ്ലിക്കേഷനിൽ എങ്ങനെയായിരുന്നു വന്നിരുന്നത്? ട്രൂ ആയിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ കോൺവേഴ്സ് എടുത്തു കഴിഞ്ഞാലും എന്തായിരിക്കും? ഇസ് ഓൾസോ ട്രൂ അല്ലേ. അതുപോലെ ട്രൂവും ഫോൾസും ആണെന്നുണ്ടെങ്കിലോ? ട്രൂവും ഫോൾസും ആണെന്നുണ്ടെങ്കിൽ ഇംപ്ലിക്കേഷൻ്റെ കേസിൽ എന്തായിരുന്നു വന്നിരുന്നത്? അതായത് ട്രൂവും ഫോൾസും അല്ലേ. പി ട്രൂവും ക്യൂ ഫോൾസും ആണെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ എന്തായിരുന്നു? ഫോൾസ് ആയിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ കോൺവേഴ്സ് എന്ത് വരും? ട്രൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ട്രൂവും ഫോൾസും വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ക്യൂ ഇംപ്ലൈസ് പി വരുന്നത്? ട്രൂ ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇവിടെ ഫോൾസും ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു വന്നിരുന്നത്? ട്രൂ ആയിരുന്നു അല്ലേ. ഫോൾസും ഫോൾസും ആണെങ്കിൽ എന്തായിരുന്നു? ട്രൂ ആയിരുന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ഇങ്ങനെ ഫോൾസ് വരുന്ന കേസിലും ട്രൂ വരുന്നതിന് വാക്വസ്ലി ട്രൂ എന്നും നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഫോൾസും ട്രൂ ആയപ്പോൾ ട്രൂ ആയിരുന്നു, ഫോൾസും ഫോൾസും ആയപ്പോഴും ട്രൂ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഫോൾസും ട്രൂ ആകുമ്പോൾ എന്തായിരിക്കും? പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇതെന്തായിട്ട് മാറുക? ഫോൾസ് ആയിട്ടല്ലേ മാറുക. കാരണം ഇത് ട്രൂ ദെൻ ഫോൾസ് അങ്ങനെയാണ് വരുന്നത് അല്ലേ. ട്രൂ ഫോൾസ് എന്ന് പറഞ്ഞാൽ ഫോൾസ് ആണ് വരുന്നത്. അപ്പോൾ നേരെ തിരിഞ്ഞ് വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ക്യൂ ആണ് ഫസ്റ്റ് അല്ലേ. ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറഞ്ഞാൽ ക്യൂ ആണ് ആദ്യം വരുന്നത്. അതായത് ട്രൂ
ദെൻ ഫോൾസ്. ട്രൂ ഫോൾസ് എന്ന് പറഞ്ഞാൽ ഫോൾസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഫോൾസ് വരും. ഓക്കെ, അതുപോലെ ഇതിൽ നോക്കുക നിങ്ങൾ, ഫസ്റ്റ് ഫോൾസ് ആണ് വരുന്നത്, ഫോൾസ് ട്രൂ എന്നാണ് വരുന്നത്. അപ്പോൾ ഫോൾസ് ട്രൂ ആകുമ്പോൾ ട്രൂ ആണ്, അതാണ് ഇവിടെ ട്രൂ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദെൻ ഫോൾസ് ഫോൾസ് ആകുമ്പോഴെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ട്രൂ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഫോൾസും ഫോൾസും ആണെന്നുണ്ടെങ്കിൽ എന്താ, ട്രൂ ആണെന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ട്രൂത്ത് ടേബിൾ ഫോർ കോൺവേഴ്സിൻ്റെ വരുന്നത്. ട്രൂവും ട്രൂ ആണെങ്കിൽ ട്രൂ, ട്രൂവും ഫോൾസും ആണെങ്കിൽ ട്രൂ, ഫോൾസും ട്രൂ ആണെങ്കിൽ ഫോൾസ്, ആൻഡ് ഫോൾസും ഫോൾസും ആണെങ്കിൽ ട്രൂ. ഇവിടെ നിങ്ങൾ എഴുതുമ്പോൾ ഇവിടെ ഫസ്റ്റ് പിയും ക്യൂ തന്നെയാണ് എഴുതുന്നത് കേട്ടോ. ഇനി അല്ല ക്യൂവും പിയും ആണ് എഴുതുന്നതെങ്കിൽ ക്യൂ ഇംപ്ലൈസ് പി, സെയിം ഇതുപോലെ തന്നെ ആയിരിക്കും വരിക. അപ്പോൾ കോൺവേഴ്സിൻ്റെ ട്രൂത്ത് ടേബിൾ ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് ഇൻവേഴ്സിൻ്റെയും കോൺട്രാ പോസിറ്റീവിൻ്റെയും ട്രൂത്ത് ടേബിൾ ഒന്ന് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ട്രൂത്ത് ടേബിൾ ഫോർ ഇൻവേഴ്സ് ആൻഡ് കോൺട്രാ പോസിറ്റീവ് ഓഫ് പി ഇംപ്ലൈസ് ക്യൂ അല്ലേ. പിയും ക്യൂവും രണ്ടും ട്രൂ ആകുന്ന കേസ് വരാം, ട്രൂവും ഫോൾസും ആകാം, ഫോൾസും ട്രൂ ആകാം, ഫോൾസും ഫോൾസും ആകാം അല്ലേ. പി ട്രൂ ആകുമ്പോൾ നെഗേഷൻ പി എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും അല്ലേ. ദെൻ പി ഇവിടെ ട്രൂ ആകുമ്പോൾ ഇവിടെ നമുക്ക് ഫോൾസ് കൊടുക്കാം, ഫോൾസ് ആകുമ്പോൾ ട്രൂ കൊടുക്കാം, ഫോൾസ് ആകുമ്പോൾ ട്രൂ കൊടുക്കാം അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നെഗേഷൻ പി വരുന്നത്. ദെൻ നെഗേഷൻ ക്യൂ പറഞ്ഞാൽ ട്രൂ ആകുമ്പോൾ എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും അല്ലേ. ഫോൾസ് ആകുമ്പോൾ എന്തായിരിക്കും, ട്രൂ ആയിരിക്കും, ട്രൂ ആകുമ്പോൾ ഫോൾസ്, ഫോൾസ് ആകുമ്പോൾ ട്രൂ. ഓക്കെ, ദെൻ ഇവിടെ ഇൻവേഴ്സ് നോക്കൂ, നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ അല്ലേ. അതെന്താ വരുന്നത്, രണ്ടും ഫോൾസ്. നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ പറഞ്ഞാൽ ഇത് രണ്ടുമാണ് അല്ലേ. അതായത് രണ്ടും ഫോൾസ് ആവുന്ന കേസിൽ ഇംപ്ലിക്കേഷൻ എന്താ വരുന്നത്, ട്രൂ ആണ് അല്ലേ. രണ്ടും ഫോൾസ് ആവുന്ന കേസിൽ ട്രൂ ആണ് വരുന്നത്. ദെൻ ഫോൾസും ട്രൂ ആവുന്ന കേസിൽ എന്താണ്, ട്രൂ ആണ്. ട്രൂവും ഫോൾസും ആവുന്ന കേസിൽ എന്താണ്, ഫോൾസ് ആണ്. ട്രൂവും ട്രൂ ആവുന്ന കേസിൽ എന്താണ്, ട്രൂ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇംപ്ലിക്കേഷൻ്റെ എന്താണോ വരുന്നത് അതാണ് നോക്കിയാൽ മതി. നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ വെച്ചിട്ട് ഇത് വെച്ച് നമ്മൾ ഇംപ്ലിക്കേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ച ട്രൂത്ത് ടേബിളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത് നേരെ തിരിഞ്ഞിട്ടാണല്ലേ. അതായത് ഫോൾസ് ഫോൾസ്, നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി പറഞ്ഞാൽ കോൺട്രാ പോസിറ്റീവ്, ഫോൾസും ഫോൾസും ആദ്യം ഇതെടുക്കുക. ഫോൾസും ഫോൾസും ആകുമ്പോൾ എന്താണ്, നമുക്കറിയാം ട്രൂ ആണ് അല്ലേ, ഇംപ്ലിക്കേഷൻ ട്രൂ ആണ് വരിക. ദെൻ ഇത് ആദ്യം എടുക്കുക, ട്രൂ ഫോൾസ്, ട്രൂ ഫോൾസ്. ട്രൂവും ഫോൾസും ആകുമ്പോൾ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്, ട്രൂവും ഫോൾസും ആകുമ്പോൾ ഫോൾസ് ആണ് അല്ലേ. അതുപോലെ ഇത് നോക്ക്, ഫോൾസും ട്രൂവും, ആദ്യം ഫോൾസും ട്രൂവും, ഫോൾസും ട്രൂ ആകുമ്പോൾ എന്താ പഠിച്ചിട്ടുള്ളത്, ട്രൂ ആണ്. ദെൻ ട്രൂവും ട്രൂ ആകുമ്പോൾ എന്താണ്, ട്രൂ ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കോൺട്രാ പോസിറ്റീവിൻ്റെയും ഇൻവേഴ്സിൻ്റെയും ട്രൂത്ത് ടേബിൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇംപ്ലിക്കേഷൻ്റെ ട്രൂത്ത് ടേബിൾ അറിഞ്ഞിരിക്കുക, അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് കോൺവേഴ്സിൻ്റെയും ഇൻവേഴ്സിൻ്റെയും കോൺട്രാ പോസിറ്റീവിൻ്റെയും ഒക്കെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ പറ്റും. അതുപോലെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം, ഇവിടെ പി ഇംപ്ലൈസ് ക്യൂവിൻ്റെയും പി ഇംപ്ലൈസ് ക്യൂവിൻ്റെയും അതുപോലെ തന്നെ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി, അതായത് അതിൻ്റെ കോൺട്രാ പോസിറ്റീവിൻ്റെയും ട്രൂത്ത് ടേബിൾ സെയിം ആണ് വരുന്നത് അല്ലേ. നമ്മൾ പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ ട്രൂത്ത് ടേബിൾ ഇങ്ങനെയായിരുന്നു പറയുന്നത്, ട്രൂ ആണെങ്കിൽ ട്രൂ ആണ്, ദെൻ ട്രൂവും ഫോൾസും ആണെങ്കിൽ ഫോൾസ് ആണ്, ഫോൾസും ട്രൂ ആണെങ്കിൽ ട്രൂ ആണ്, ഫോൾസും ആണെങ്കിൽ ട്രൂ ആണ്. ഇംപ്ലിക്കേഷൻ്റെ ട്രൂത്ത് ടേബിളിനോട് സെയിം ആയിട്ടാണ് കോൺട്രാ പോസിറ്റീവിൻ്റെ ട്രൂത്ത് ടേബിളും വരുന്നത്. ഓക്കെ, ഇനി കോൺവേഴ്സും ഇൻവേഴ്സും കോൺട്രാ പോസിറ്റീവും ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം നോക്കാം. അപ്പോൾ ഇവിടെ പ്രോബ്ലം നോക്ക്, വാട്ട് ആർ ദ കോൺവേഴ്സ്, ഇൻവേഴ്സ് ആൻഡ് കോൺട്രാ പോസിറ്റീവ് ഓഫ് ദി ഇംപ്ലിക്കേഷൻ ദ ഹോം ടീം വിൻസ് വെനെവർ ഇറ്റ് ഈസ് റൈനിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്ക്, ഇങ്ങനെ കാണുമ്പോൾ ഇത് ഇംപ്ലിക്കേഷൻ ആണോ എന്നുള്ള കൺഫ്യൂഷൻ വരരുത്. ഇഫ് പി ദെൻ ക്യൂ എന്നുള്ള ഫോമിലല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഇംപ്ലിക്കേഷൻ ആവാതിരിക്കണം എന്നില്ല അല്ലേ. ഇത് ഏത് ഫോമിലാണ് വരുന്നത് നോക്കാം, ക്യൂ വെനെവർ പി, വെനെവർ എന്നുള്ളൊരു ടേം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇംപ്ലിക്കേഷനെ നമുക്ക് ഒരുപാട് ഫോമിൽ എഴുതാമെന്നല്ലേ. അതിലൊന്നായിരുന്നു പി ഇംപ്ലൈസ് ക്യൂവിനെ നമുക്ക് ക്യൂ വെനെവർ പി എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇഫ് പി ദെൻ ക്യൂ എന്നുള്ളതിന് തന്നെയാണ് നമ്മൾ ക്യൂ വെനെവർ പി എന്നും പറയുന്നത്. ക്യൂ വെനെവർ പി, പി വെനെവർ ക്യൂ അല്ല കേട്ടോ, ക്യൂ വെനെവർ പി. ഓക്കെ, അപ്പോൾ ഇതിൽ ആ ഫോമിലാണ് കിടക്കുന്നത് അല്ലേ. ദ ഹോം ടീം വിൻസ്, അതായത് ഇത് ക്യൂ ആണ്, വെനെവർ പി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ക്യൂ എന്താണെന്ന് എഴുതാം, ക്യൂ സച്ച് ദാറ്റ് ദ ഹോം ടീം വിൻസ് അല്ലേ. പി എന്താ വരുന്നത്, പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റൈനിങ് അല്ലേ, ഇറ്റ് ഈസ് റൈനിങ്. അങ്ങനെയാണ് പിയും ക്യൂവും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോൺവേഴ്സ് എഴുതണം, ഇൻവേഴ്സ് എഴുതണം, കോൺട്രാ പോസിറ്റീവ് എഴുതണം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം കോൺവേഴ്സ് എന്താ നോക്കാം. കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ കോൺവേഴ്സ് എന്താ വരുന്നത്, ക്യൂ ഇംപ്ലൈസ് പി എന്നാണ് അല്ലേ. അതായത് നമുക്ക് ക്യൂ ഇംപ്ലൈസ് പീനെ എങ്ങനെ എഴുതാം, ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറഞ്ഞാൽ ഇഫ് പി, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഇഫ് പി ദെൻ ക്യൂ അല്ലെങ്കിൽ ഇഫ് പി കോമ ക്യൂ അങ്ങനെ എഴുതാം അല്ലേ. ഇഫ് ക്യൂ, അപ്പോൾ അങ്ങനെയാണ് വരിക, ഇഫ് ക്യൂ, ഇത് നമ്മളിങ്ങനെ എഴുതാം അല്ലേ, ഇഫ് ക്യൂ ദെൻ
പി ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതായത് ഇഫ് ക്യൂ എന്താണ്? ക്യൂ എന്ന് പറഞ്ഞാൽ ദ ഹോം ടീം വിൻസ്. അപ്പോൾ ഇഫ് ദ ഹോം ടീം വിൻസ് പി എന്ന് പറഞ്ഞാൽ ദെൻ പി എന്താ വരുന്നത്? ഇറ്റ് ഈസ് റൈനിങ്. ദെൻ ഇറ്റ് ഈസ് റൈനിങ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കോൺവേഴ്സ് വരുന്നത്. പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ കോൺവേഴ്സ് എങ്ങനെയാണ് വരുന്നത്? ക്യൂ ഇംപ്ലൈസ് പി എന്നാണ്. നമുക്ക് ഓൾറെഡി ഇതിൽ തന്നിട്ടുള്ളത് ക്യൂ വെനെവർ പി എന്നുള്ള ഫോമിലാണ് കേട്ടോ. അതായത് ഇത് പി ഇംപ്ലൈസ് ക്യൂ തന്നെയാണ് ഈ തന്നിട്ടുള്ളത്. പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ള ഫോമിലാണ്. പക്ഷേ ഇവിടെ ക്യൂ ആണ് ആദ്യം വരുന്നത്. ക്യൂ വെനെവർ പി എന്നും കൂടെ നമുക്ക് പി ഇംപ്ലൈസ് ക്യൂവിനെ ഡിനോട്ട് ചെയ്യാം അല്ലേ? ക്യൂ വെനെവർ പി. അപ്പോൾ ഈ ഫസ്റ്റ് തന്നിട്ടുള്ളത് ക്യൂ ആണ്, വെനെവർ പി ഇതാണ് പി. അപ്പോൾ അത് നമ്മൾ ആദ്യം ഉറപ്പിക്കണം ഏതാണ് പി ഏതാണ് ക്യൂ എന്നുള്ളത്. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോൺവേഴ്സ് എഴുതാനും ഇൻവേഴ്സ് എഴുതാനും ഒന്നും ബുദ്ധിമുട്ടില്ല. ക്യൂ പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളതിന് നമുക്ക് ക്യൂ ഇംപ്ലൈസ് പി എന്നാക്കി കൊടുത്താൽ കോൺവേഴ്സ് ആവും. ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ക്യൂ ദെൻ പി. അപ്പോൾ ക്യൂ ഏതാണോ അത് അതിന് എഴുതുക, ദെൻ പി ഏതാണോ അത് എഴുതുക. ഓക്കെ, അപ്പോൾ ക്യൂ ഇംപ്ലൈസ് പി കിട്ടി. ദെൻ നമുക്ക് ഏതാ അടുത്ത് വേണ്ടത്? ഇൻവേഴ്സ് അല്ലേ? ഇൻവേഴ്സ് എങ്ങനെ എഴുതാം? ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ ഇൻവേഴ്സ് എങ്ങനെയാണ്? നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം നെഗേഷൻ പി എന്താണെന്ന് എഴുതണം. നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റൈനിങ് എന്നാണ് അല്ലേ? അപ്പോൾ നെഗേഷൻ പി എന്തായിരിക്കും? ഇറ്റ് ഈസ് നോട്ട് റൈനിങ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് റൈനിങ്. അതുപോലെ നെഗേഷൻ ക്യൂ എന്താണ്? ക്യൂ എന്ന് പറഞ്ഞാൽ ദ ഹോം ടീം വിൻസ് എന്നാണ് അല്ലേ? അപ്പോൾ നെഗേഷൻ ക്യൂ എന്തായിരിക്കും? ദ ഹോം ടീം ഡസ് നോട്ട് വിൻ എന്നായിരിക്കും. ഓക്കെ, ദ ഹോം ടീം ഡസ് നോട്ട് വിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഇഫ് നെഗേഷൻ പി ദെൻ നെഗേഷൻ ക്യൂ അല്ലേ? അതായത് എങ്ങനെ എഴുതാം? ഇഫ് നെഗേഷൻ പി എന്താണ്? ഇഫ് ഇറ്റ് ഈസ് നോട്ട് റൈനിങ് ദെൻ നെഗേഷൻ ക്യൂ എന്താ വരുന്നത്? നെഗേഷൻ ക്യൂ പറഞ്ഞാൽ ദെൻ ദി ഹോം ടീം ഡസ് നോട്ട് വിൻ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് എന്ത് വരുന്നത്? ഇൻവേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് കാണുമ്പോൾ ആദ്യം നമ്മൾ നെഗേഷൻ പിയും നെഗേഷൻ ക്യൂ എഴുതുക. ദെൻ നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ ആണ് എന്ത് വരുന്നത്? ഇൻവേഴ്സ് അല്ലേ? അപ്പോൾ ഇഫ് നെഗേഷൻ പി ദെൻ നെഗേഷൻ ക്യൂ എന്ന് എഴുതും. അപ്പോൾ നമുക്ക് അതിൻ്റെ നെഗേഷൻ എന്താണെന്നുള്ളത് അവിടെ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, ഇനി കോൺട്രാ പോസിറ്റീവ് എന്താണ്? കോൺട്രാ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ കോൺട്രാ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാറുള്ളത്? നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ആണ് അല്ലേ? അതായത് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇഫ് നെഗേഷൻ ക്യൂ ദെൻ നെഗേഷൻ പി അല്ലേ? അതായത് ഇഫ് നെഗേഷൻ ക്യൂ എന്താണ്? ദ ഹോം ടീം ഡസ് നോട്ട് വിൻ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇഫ് ദ ഹോം ടീം ഡസ് നോട്ട് വിൻ അല്ലേ? ദെൻ നമുക്ക് എന്ത് എഴുതാം? ദെൻ നെഗേഷൻ പി അല്ലേ? ദെൻ നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, ഇറ്റ് ഈസ് നോട്ട് റൈനിങ്. ദെൻ നമുക്ക് എന്ത് എഴുതാം? അപ്പോൾ ഇവിടെ ദെൻ ഇറ്റ് ഈസ് നോട്ട് റൈനിങ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോൺവേഴ്സും ഇൻവേഴ്സും കോൺട്രാ പോസിറ്റീവും എഴുതുന്നത്. അപ്പോൾ ഇനി ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കോൺവേഴ്സും ഇൻവേഴ്സും കോൺട്രാ പോസിറ്റീവും എഴുതേണ്ടതെന്നുള്ളത് ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇപ്പോൾ എത്ര എക്സ്പ്രഷൻസ് പഠിച്ചു? എത്ര ബൂളിയൻ എക്സ്പ്രഷൻസ് പഠിച്ചു? ആദ്യം കൺജങ്ഷൻ അല്ലേ? കൺജങ്ഷൻ എന്താണെന്നുള്ളത് പഠിച്ചു. അതിനുശേഷം കൺജങ്ഷൻ പഠിച്ചു, ഡിസ്ജങ്ഷൻ പഠിച്ചു, ദെൻ നെഗേഷൻ പഠിച്ചു, ഇംപ്ലിക്കേഷൻ പഠിച്ചു അല്ലേ? ഇത്രയും ബൂളിയൻ എക്സ്പ്രഷൻസ് നമ്മൾ പഠിച്ചു. ഇതിൽ ഈ കൺജങ്ഷനും ഡിസ്ജങ്ഷനും അതുപോലെ തന്നെ ഇംപ്ലിക്കേഷനും ഒക്കെ നമ്മളെ പറയുന്നത് ബൈനറി ഓപ്പറേറ്റർ എന്നാണ്. എന്താണ് ബൈനറി ഓപ്പറേറ്റർ? ഈ നെഗേഷൻ ഉണ്ടല്ലോ, ഈ നെഗേഷൻ അതിനെ നമ്മൾ വിളിക്കുന്നത് യൂണറി ഓപ്പറേറ്റർ എന്നാണ് വിളിക്കുക. യൂണറി ഓപ്പറേറ്റർ. അതെന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? കൺജങ്ഷനും ഡിസ്ജങ്ഷനും ഇംപ്ലിക്കേഷനും ഒക്കെ ആയാൽ നമ്മൾ രണ്ട് പ്രിപ്പോസിഷൻ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? രണ്ട് സിമ്പിൾ പ്രിപ്പോസിഷൻ, അതായത് പി ക്യൂ എന്നുള്ള രണ്ടെണ്ണം യൂസ് ചെയ്തിട്ട് അതിനെ നമ്മളൊരു കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ ആക്കി മാറ്റുകയാണ്. അങ്ങനെ അവിടെയൊക്കെ രണ്ട് പ്രിപ്പോസിഷൻ കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു സിമ്പിൾസ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഒരു കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ ഉണ്ടായിരുന്നത് അല്ലേ? പിയും ക്യൂ ആണെങ്കിൽ പി കൺജങ്ഷൻ ക്യൂ അങ്ങനെയാണ്. പക്ഷേ നെഗേഷൻ്റെ കേസിൽ അങ്ങനെയാണോ? അല്ല അല്ലേ? നെഗേഷൻ ഒരൊറ്റ പ്രപ്പോസിഷൻ കിട്ടിയാൽ തന്നെ അതിൻ്റെ നെഗേഷൻ നമുക്ക് എഴുതാം അല്ലേ? മറ്റൊരു പ്രപ്പോസിഷൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് നെഗേഷനെ യൂണറി ഓപ്പറേറ്റർ എന്ന് വിളിക്കാം. ഓക്കെ.